ഇറാനെതിരെ അമേരിക്കയുടെ ആകാശയുദ്ധം. ഇറാൻ കൊന്നു തള്ളിയത് 35,000-ലധികം പേര്. അമേരിക്ക ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ ഇൻഡിഗോ വിമാനങ്ങളടക്കം പല വിമാനങ്ങളും റദ്ദാക്കുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു ലോകത്ത് മുഴുവൻ രാജ്യങ്ങളിലേക്കും. മാത്രമല്ല, ഇറാനിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകേണ്ടവർ എത്രയും പെട്ടെന്ന് രാജ്യം വിട്ടു പോകണമെന്നുള്ള അന്ത്യശാസനമടക്കം വരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഉടൻ പൊട്ടിപ്പുറപ്പെട്ടേക്കും എന്നുള്ള വലിയ സൂചനകൾ പുറത്തു വരുന്നതോടുകൂടി ഇന്ത്യയിൽ പ്രധാന വിമാന കമ്പനിയായിട്ടുള്ള ഇൻഡിഗോ നിരവധി ഫ്ലൈറ്റുകളടക്കം റദ്ദാക്കുകയും ചെയ്തു. ഡൽഹിയിൽ നിന്നും ജോർജിയയിലേക്കും മുംബൈയിൽ നിന്നും കസാക്കിസ്ഥാനിലേക്കുമുള്ള വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയത്. വൈകാതെ കൂടുതൽ വിമാന സർവീസുകളടക്കം റദ്ദാക്കുവാനുള്ള സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്നും ജോർജിയയുടെ തലസ്ഥാനമായിട്ടുള്ള ടിബിലിസിലേക്കും മുംബൈയിൽ നിന്നും കസാക്കിസ്ഥാനിലെ അൽമാട്ടി എയർപോർട്ടിലേക്കുമുള്ള 2 ഫ്ലൈറ്റുകളുടെ പോക്കും വരവും കൃത്യമായി റദ്ദാക്കുകയും ചെയ്തു ഇന്ത്യ. US-ഉം ഇറാനും തമ്മിൽ ആണവ യുദ്ധം നടന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. മാത്രമല്ല, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയക്കുമെന്ന് ഇറാന്റെ ഭീഷണി തുടരുന്നതും അമേരിക്കയെ അടക്കം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഇതേക്കുറിച്ചൊക്കെ പല വിമാന കമ്പനികളും അവരുടെ പ്രതിസന്ധികൾ ഇപ്പോൾ അവരുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറാനിലെ സമീപകാല സംഭവവികാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ അവരുടെ ഫ്ലൈറ്റ് ഷെഡ്യൂളുകളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് എന്നും 2026 ജനുവരി 25, 26, 27 തീയതികളിൽ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ഇൻഡിഗോ വിമാന കമ്പനി അടക്കം റദ്ദാക്കിയ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത് എന്നുള്ളത് ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ ആദ്യകാലങ്ങളിൽ തീരുമാനമെടുക്കാതെ യുദ്ധം തുടങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുക. അപ്പോൾ പലപ്പോഴും പല രാജ്യങ്ങളിലും നമുക്കറിയാം, ഉക്രൈനിൽ നിന്ന് തിരികെ എത്താൻ കഴിയാതായി പോയിരുന്ന വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെയും പല രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികൾ അവിടെ അകപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. റഷ്യയും ഈ ഉക്രൈനും തമ്മിലുള്ള യുദ്ധകാലം അത് വളരെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. ആർക്കും പല രാജ്യങ്ങളിലേക്കും എത്തപ്പെടുവാൻ കഴിയാതായിപ്പോയി. പലരും പല സ്ഥലങ്ങളിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, വിമാനങ്ങളടക്കം റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ അമേരിക്ക യുദ്ധം പോവുകയാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് എങ്ങനെയായിരിക്കും തിരികെ എത്താൻ കഴിയുക എന്നതിനെ കുറിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക പരിഹരിക്കപ്പെടുന്നതിനാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അവരവരുടെ യാത്രക്കാരെ അല്ലെങ്കിൽ അവരവരുടെ രാജ്യക്കാരെ തിരികെ വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറാനിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ F-35 സ്റ്റെൽത്ത് ഉൾപ്പെടെയുള്ള 90 യുദ്ധവിമാനങ്ങൾ വിശ്രമിക്കുന്ന അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പൽ അത് ഒമാൻ കടലിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒമാൻ കടലിൽ നിന്നുകൊണ്ട് ആക്രമണം നടത്തുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് അമേരിക്ക ഒരുക്കിയിരിക്കുന്നത്. അതായത് F-35 സ്റ്റെൽത്ത് ഉൾപ്പെടെയുള്ള 90 യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പലിനുള്ളിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവർ സന്നദ്ധരായിരിക്കുന്നത്. മറ്റു ചില അമേരിക്കൻ നാവിക യുദ്ധക്കപ്പലുകൾ കൂടി ഗൾഫ് കടലിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം US യുദ്ധക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ ഒമാൻ കടലിൽ എത്തിയിട്ടില്ല എന്ന് പറയപ്പെടുമ്പോഴും പക്ഷേ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാന്റെ ഭീഷണിയെ തുടർന്ന് തന്നെയാണ് പക്ഷെ അമേരിക്ക ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ ഒരു അയവൊക്ക വരുത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ അയവൊക്ക മാറുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പല യുദ്ധക്കപ്പലുകളും ഒമാന്റെയും സൗദിയുടെയും തീരങ്ങളിലേക്ക് അടിയുന്നുണ്ട്. മാത്രമല്ല, വിമാന ആകാശ യുദ്ധം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ, വ്യോമയാന യുദ്ധങ്ങൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അടക്കം ഇപ്പോൾ അമേരിക്ക നടത്തുകയാണ്. അമേരിക്കയുടെ പല മേഖലകളിലേക്കും പൊട്ടിപ്പുറപ്പെടേണ്ട യുദ്ധത്തിന്റെ സമാനതകൾ ചിലപ്പോൾ വിവരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു പ്രതീതി ഇപ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ അവിടെ ഇറാന്റെയും ഒപ്പം തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയും ഇടയിൽ സംജാതമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ IS കലാപകാരികൾക്ക് നേരെ ബോംബ് വർഷിക്കാൻ ഈയിടെ UK ഉപയോഗിച്ച യുദ്ധവിമാനമായിട്ടുള്ള ടൈഫൂൺ അടക്കമുള്ളവ, ബ്രിട്ടന്റെ ടൈഫൂൺ എന്ന വിമാനങ്ങൾ ഖത്തറിൽ അടക്കം എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ അടക്കം അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ടൈഫൂൺ എന്ന് പറയപ്പെടുന്ന യുദ്ധവിമാനം എന്ന് പറയപ്പെടുന്നത് മുൻപ് IS കലാപകാരികൾക്ക് നേരെ ബോംബ് വർഷിക്കാൻ UK ഉപയോഗിച്ചിരുന്ന യുദ്ധവിമാനമാണ്. ഇറാനിൽ കലാപകാരികൾ അടക്കം ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ എത്തിയപ്പോഴാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വലിയ ഭീഷണി ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ പ്രതിരോധം തീർത്തിരിക്കുന്നു. ഇറാനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറാനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി അനുവർത്തിക്കുകയാണ്. ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇറാനെതിരെ ആകാശ യുദ്ധമാണ് ആദ്യം നടത്താൻ അമേരിക്ക തയ്യാറാകുന്നത്.
അമേരിക്കയുടെ ആകാശ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഇറാനെതിരെ വളരെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയോടുകൂടിയാണ് അവർ അതിന് തയ്യാറെടുക്കുന്നത്. കാരണം വ്യോമ യുദ്ധങ്ങളിൽ പലപ്പോഴും ഇറാൻ പുറകിലോട്ടായിരുന്നു എന്നൊരു തോന്നൽ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറാനെ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു സാഹചര്യം അമേരിക്കയ്ക്കുണ്ട്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോഴും ആകാശ യുദ്ധം വഴി ഇറാനെ തകർക്കാമെന്നുള്ള വിശ്വാസത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. പക്ഷേ ആകാശ യുദ്ധത്തിൻ്റെ ഏതെങ്കിലും സാധ്യതകളോ ആകാശ യുദ്ധം വഴി വ്യോമമാർഗത്തിലൂടെയുള്ള ആക്രമണങ്ങളിൽ ഒരു ബോംബെങ്കിലും ഇറാന്റെ നെറുകയിൽ വീഴുന്ന അടുത്ത നിമിഷം വലിയ മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി അല്ലെങ്കിൽ വലിയ മിസൈലുകളിൽ നിന്നുള്ള തീഗോളങ്ങൾ അമേരിക്കയെ ചുട്ടരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ അത്രത്തോളം വളർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാന്റെ ആയുധശേഖരങ്ങൾ പ്രാദേശികമായി നിർമ്മിച്ചിട്ടുള്ള ആയുധശേഖരങ്ങളടക്കം അത്രത്തോളം വലുതാണ് എന്നും ഇറാൻ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അവരുടെ ആയുധശേഷി അല്ലെങ്കിൽ അണ്വായുധശേഷി എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല വ്യോമയാന യുദ്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ, മിസൈലിന്റെ പ്രയോഗങ്ങളിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഇറാൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയപ്പെടുന്നത് റഷ്യയുമായി കൈകോർത്തുകൊണ്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ വരുന്ന ഇവരുടെ ഈ ആകാശ യുദ്ധം അല്ലെങ്കിൽ വ്യോമ യുദ്ധം എന്ന് പറയപ്പെടുന്നത് അവർക്ക് തന്നെ തിരിച്ചടിയാവും, അവർക്ക് തന്നെ ഭീഷണിയാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇപ്പോൾ ഇറാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള യുദ്ധത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ നമുക്കറിയാം ഇറാനിൽ കലാപകാരികൾ ഉണ്ടായിരുന്നു. ആ കലാപകാരികൾ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. ആ പ്രക്ഷോഭം എന്ന് പറയപ്പെടുന്ന നീണ്ട നാളുകളായി നിലനിൽക്കുകയായിരുന്നു. പലപ്പോഴും ആൾക്കാർക്ക്, ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഇറാനിൽ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. കാരണം അവിടെ നടക്കുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ സംഘർഷങ്ങൾ, കലാപം എന്നൊക്കെ പറയുന്നതിനെ യഥാർത്ഥത്തിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് ഇറാൻ ഭരണകൂടം തന്നെയാണ്. അവർ അവിടെ ഈ നമ്മുടെ ഇന്റർനെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ അത് ഇപ്പോൾ അവിടെ നിരോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഒരു തരത്തിലുമുള്ള കലാപ വാർത്തകളടക്കം അല്ലെങ്കിൽ ഇറാനിൽ സംഭവിക്കുന്നത് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമുക്കറിയാം ഇറാനിലെ കലാപകാരികളെ കൊന്നുതള്ളുകയാണ് അലി ഖമേനി സർക്കാർ ചെയ്തത് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവിടെ ഏകദേശം 36,500 പേരെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള വധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, കലാപകാരികളുടെ കലാപം നടത്തുന്നുണ്ട്. ഈ കലാപങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇറാന് വളരെ കൃത്യമായിട്ട് ഇവരെ യുദ്ധത്തിലേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല അമേരിക്കയെ തകർക്കുക എന്നത് മാത്രമല്ല ഇറാന്റെ ലക്ഷ്യം. ഒപ്പം ഇസ്രായേൽ, ഖത്തർ, ഒമാൻ, സൗദി അടക്കമുള്ള രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ വലിയ ബോംബ് ഭീഷണികൾ അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ തന്നെയാണ് ഇറാന്റെ യുദ്ധതന്ത്രം എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൾഫ് മേഖലകളിലും അമേരിക്കയിലെ സുരക്ഷിത താവളങ്ങൾ എന്ന് കരുതപ്പെടുന്ന ഇസ്രായേലിലും ഖത്തറിലും അടക്കമുള്ള അവരുടെ വ്യോമ മേഖലകളിൽ കടന്നു ചെന്ന് മിസൈൽ ആക്രമണങ്ങൾ നടത്തി വളരെ കൃത്യമായിട്ട് അമേരിക്കയെ തകർക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യവും വിശ്വാസവുമാണ് ഇറാൻ വളരെ കൃത്യമായിട്ടുള്ള ആയുധ ശേഖരം നടത്തി ആയുധ യുദ്ധത്തിന് അല്ലെങ്കിൽ വ്യോമ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ ഈ പറയുന്ന പോലെ അമേരിക്കയ്ക്കെതിരെ ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം. മിസൈൽ ആക്രമണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അമേരിക്കയ്ക്ക് എതിരായിട്ടായിരിക്കില്ല ആദ്യം പ്രയോഗിക്കുന്നത്. ഒന്നുകിൽ ആദ്യം പ്രയോഗിക്കുന്നത് ഇസ്രായേലിനെതിരായിരിക്കും, മറ്റൊന്ന് രണ്ടാമത് പ്രയോഗിക്കുന്നത് ഖത്തറിനെതിരായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും അപകടവും ആക്രമണവും നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അമേരിക്കയ്ക്കെതിരെ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ ചെല്ലുക. കാരണം ഇറാൻ ആദ്യം തകർക്കാൻ ശ്രമിക്കുന്നത് ഈ അമേരിക്കയുടെ രണ്ട് ചിറകുകളെയാണ്, അതായത് ഒന്ന് ഖത്തറും മറ്റൊന്ന് ഇസ്രായേലുമാണ്. ഇവ രണ്ടും തകർത്ത് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും അമേരിക്കയിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ഉണ്ടാവുക, മിസൈൽ ആക്രമണം നടത്താൻ തുനിയുക എന്നുള്ളത്. പക്ഷെ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുക ഇറാൻ ഏത് തരത്തിലുള്ള യുദ്ധതന്ത്രമായിരിക്കും മെനയുക, അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ എപ്പോഴായിരിക്കും അത്തരത്തിലുള്ള ആക്രമണം നടത്തുക. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നടപടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ പറ്റിയാൽ അമേരിക്കയെ തകർക്കും ഇറാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.